നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ 17ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് സഭാകമ്പത്തെ എങ്ങനെ അതിജീവിക്കാം എന്നാണ്. പ്രസംഗത്തിന് സ്റ്റേജിൽ കയറാൻ മിക്കവർക്കും മടിയാണ്. അതൊഴിച്ച് മറ്റെന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നാണ് പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പലരും പറയുന്നത്. സ്റ്റേജിൽ കയറാനുള്ള ഈ വിമുഖതയാണ് സഭാകമ്പം അഥവാ സ്റ്റേജ് ഫിയർ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ മാനസികാവസ്ഥയെ സോഷ്യൽ ഫോബിയ എന്നും പറയാറുണ്ട്. സഭാകമ്പം യഥാർത്ഥത്തിൽ അകാരണമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നാണ് മനഃശാസ്ത്ര പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സഭാകമ്പത്തിന് പക്ഷേ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് സഭാകമ്പം യഥാർത്ഥമല്ല, അതിന് അടിസ്ഥാന കാരണങ്ങൾ ഒന്നുമില്ല, അതൊരു രോഗമല്ല, അതുകൊണ്ട് അതിനെ പേടിക്കേണ്ടതുമില്ല. ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പരസഹായം കൂടാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നത്. സഭാകമ്പത്തിന് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലെങ്കിലും അതൊരു അനുഭവമാണ് എന്നതിൽ തർക്കമില്ല. വേദിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയുന്ന മാനസികാവസ്ഥയാണത്. അതിൻ്റെ ലക്ഷണങ്ങൾ പലതാണ്. വിറയ്ക്കുക, വിയർക്കുക, തൊണ്ടയിടറുക, പരസ്പര ബന്ധമില്ലാതെ പറയുക, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക, കൈകാലുകൾക്ക് മരവിപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സഭാകമ്പം. സഭാകമ്പം ഒരു സാർവത്രിക പ്രതിഭാസമാണ്. അത് ഇല്ലാത്തവർ വളരെ കുറവാണ്. ഒരു തരത്തിൽ ഒരു പരിധിവരെ സഭാകമ്പം നല്ലതാണ്. സ്റ്റേജ് പരിപാടി ഗൗരവത്തോടെ കാണാനും നന്നായി ഒരുങ്ങി എത്താനും അത് സഹായിക്കും. അമിതമായ ഭയമാണ് പ്രശ്നം. തുടക്കക്കാർക്കും പരിപാടിയുടെ തുടക്കത്തിലുമാണ് സഭാകമ്പം കൂടുതലായി അനുഭവപ്പെടുന്നത്. പരിചയസമ്പന്നർക്ക് പോലും സഭാകമ്പം അനുഭവപ്പെടാറുണ്ട്. അനുഗ്രഹീത വാഗ്മിയായിരുന്നിട്ടും ജവഹർലാൽ നെഹ്റുവിന് അവസാന ഘട്ടം വരെയും സഭാകമ്പത്തിൻ്റെ അനുഭവമുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാല പരാജയങ്ങളും യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിലക്കുകളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ ഉപബോധ മനസ്സിലുണ്ടാകും. ബോധമനസ്സിൽ പ്രശ്നങ്ങളില്ലെങ്കിലും ഉപബോധ മനസ്സിലെ പ്രശ്നങ്ങൾ സഭാകമ്പമായി മാറുമെന്ന് മനഃശാസ്ത്ര നിരീക്ഷണങ്ങളുണ്ട്. ഈ സഭാകമ്പം അകറ്റാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് പടിപടിയായി ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം തന്നെക്കുറിച്ച് തന്നെയുള്ള ചിന്ത മാറ്റുക എന്നുള്ളതാണ്. അതായത് തനിക്ക് സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള യോഗ്യതയില്ല, തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്, നന്നായി പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ സമൂഹമധ്യത്തിൽ പരിഹാസ്യനായിത്തീരും. ഇങ്ങനെയുള്ള വസ്തുതാവിരുദ്ധവും നെഗറ്റീവുമായ ചിന്തകളെ മനസ്സിൽ നിന്ന് ആദ്യമേ ഒഴിവാക്കണം. പോസിറ്റീവായി ചിന്തിക്കാൻ പഠിക്കണം. രണ്ടാമത്തെ കാര്യം ഭയം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് പ്രസംഗിച്ച് വിജയിക്കുന്നതായി മനസ്സിൽ ഭാവന ചെയ്യണം, വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയും. മറ്റു വാക്കുകളിൽ പ്രസംഗം കഴിയുമ്പോഴത്തെ അവസ്ഥ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. സദസ്സ് നിർത്താതെ കൈയടിക്കുന്നു, പലരും ഹസ്തദാനം ചെയ്യുന്നു,
ചിലർ വലിയ മതിപ്പോടെ നോക്കുന്നു, പലരും വന്ന് അഭിനന്ദിക്കുന്നു. ഈ അനുഭവം മനസ്സിനെ ഊർജ്ജവൽക്കരിക്കുകയും ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ്. പറയാനുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. ഒരുക്കത്തിൻ്റെ തോതനുസരിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. തന്നേക്കാൾ അറിവും ലോകപരിചയവും ഉള്ളവരാണ് കേൾവിക്കാർ എന്ന ബഹുമാനത്തോടെ വേണം വിഷയം ഒരുങ്ങാൻ. സഭാകമ്പം കൂടുതലുള്ളവർ പ്രസംഗം മുഴുവനായി എഴുതി മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കണം. ആദ്യകാലത്ത് അങ്ങനെ ചെയ്താൽ പിൽക്കാലത്ത് അത് പലതരത്തിൽ നമുക്ക് പ്രയോജനപ്പെടും. അതായത് പ്രസംഗത്തിന് നല്ല ഘടനയും ഭാഷാപ്രയോഗത്തിൽ കൂടുതൽ കൃത്യതയും ലഭിക്കും. നാലാമത്തെ മാർഗം പരിശീലിക്കുക എന്നുള്ളതാണ്. പരിശീലനത്തിന് പകരം പരിശീലനം മാത്രം. കുറുക്കുവഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിലാവുക. പ്രസംഗം നന്നായി ഒരുങ്ങിയ ശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് മുഖഭാവവും ചേഷ്ടകളും ചിട്ടപ്പെടുത്തി ആത്മവിശ്വാസം ആർജിക്കണം. സ്വരം റെക്കോർഡ് ചെയ്ത് കേട്ട് ഉച്ചാരണത്തിലെ അപാകതകളും സംസാരത്തിലെ ന്യൂനതകളും പരിഹരിക്കണം. മൊബൈൽ ഫോണുള്ള ഇക്കാലത്ത് പരസഹായം കൂടാതെ ഇതൊക്കെ സാധിക്കുന്നതാണ്. സദസ്സിനെ സുഹൃത്തുക്കളെ പോലെ കാണുക എന്നതാണ് മറ്റൊരു കാര്യം. സുഹൃത്തുക്കൾക്ക് ഇടയിൽ ആർക്കും സഭാകമ്പം അനുഭവപ്പെടുകയില്ല. പ്രസംഗിക്കുന്ന സ്റ്റേജിന് മുൻപിൽ എല്ലാവരുടെയും ഇടയിലിരിക്കുമ്പോഴും സഭാകമ്പം അനുഭവപ്പെടുന്നില്ല. അവിടെ നിന്ന് മൈക്കിൻ്റെ മുൻപിലെത്തുമ്പോഴാണ് അകാരണമായ ഭയം തോന്നുന്നത്. ഇതിനർത്ഥം പ്രശ്നം സദസ്സല്ല, പകരം അവരിൽ നിന്ന് അകലുന്നു എന്നതാണ്. അതായത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണത്. സദസ്സിനെ നോക്കി മൈക്കിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്: താൻ ശ്രോതാക്കളെക്കാൾ അറിവുള്ളവനാണ്. അത് സത്യവുമാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഈ വിഷയം സംസാരിക്കാൻ എന്നെപ്പോലെ ഒരുക്കമുള്ളവർ വേറെ ആരുമില്ല. ആ ചിന്ത പക്ഷേ അഹങ്കാരമോ ധിക്കാരമോ ആകരുത്. അത് മനസ്സിനെ ധൈര്യപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമായി കരുതണം. സദസ്സിനെ കാണുമ്പോൾ ഭയം തോന്നുന്നത് തന്നെക്കുറിച്ച് അവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചാണ്. അവർ അംഗീകരിക്കാതിരിക്കുമോ കളിയാക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും. ശ്രോതാക്കളെക്കുറിച്ച് മുൻവിധികൾ വേണ്ട. അവർ വിശാലമനസ്കരും സഹിഷ്ണുതയുള്ളവരും നല്ലവരുമാണ് എന്ന് ചിന്തിക്കുക. അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചല്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ അവരുടെ ലോകത്തിലാണ്. പ്രസംഗം ആകർഷകമാണെങ്കിൽ അവർ അവരുടെ ലോകത്ത് നിന്ന് പ്രസംഗകൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കും. സ്റ്റേജിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്തുന്നതും വെള്ളം കുടിക്കുന്നതും മനസ്സും ശരീരവും ശാന്തമാകുന്നതിനും സഭാകമ്പം അകലുന്നതിനും സഹായിക്കും. സ്റ്റേജിലിരിക്കുമ്പോൾ ഇരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ നടുവിലോ ആണെന്ന് മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുക. അതുപോലെ തന്നെ സാവധാനം മൈക്കിൻ്റെ മുൻപിലേക്ക് നടക്കുക. മൈക്കിന് മുൻപിലെത്തിയാൽ ഒരു നിമിഷം ശാന്തമായി നിന്ന് സദസ്സിനെ വീക്ഷിക്കുക. അതിനുശേഷം ശാന്തവും സാധാരണവുമായ ശബ്ദത്തിൽ പ്രസംഗം ആരംഭിക്കുക.
വിജയം ഉറപ്പാണ്.